എല്ലാവർക്കും വെൽക്കം ബാക്ക്. മൊറാലിറ്റി, മലയാളത്തിൽ ധാർമ്മികത എന്ന് പറയുന്നത്, അതായത് നന്മ, തിന്മ, ശരി, തെറ്റ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാനം ദൈവമാണ് എന്നുള്ള ആ ഒരു ക്ലെയിം എങ്ങനെ റിലീജിയൻസിനെ ഡിഫീറ്റ് ചെയ്യുന്ന ഒന്നാണ്, അല്ലെങ്കിൽ തോൽപ്പിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം. അപ്പോൾ ഈ ക്ലെയിം ഹോൾഡ് ചെയ്യുന്ന പല ആളുകളും കാണും, പല ആളുകൾക്കും ഇങ്ങനെ ഒരു ക്ലെയിം തന്നെ ഉണ്ടാവില്ല. അപ്പോൾ എന്തിനായാലും ഇങ്ങനെയുള്ള ക്ലെയിം ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു ചാലഞ്ചാണ് നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത്. ഓൾറെഡി ഇത് നമ്മൾ ചെറുതായിട്ട് എത്തീസം വേഴ്സസ് റിലീജിയൻ എന്ന് പറയുന്ന വീഡിയോയിൽ ടച്ച് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിന്ന് സംസാരിക്കാൻ പോകണം. ഈ പൊതുവെ നിങ്ങളുടെ ഒരു മതവിശ്വാസം എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നോക്കണമെങ്കിൽ ഞാൻ വിചാരിക്കുന്ന ഒരു 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്പർ 1 എന്ന് പറയുന്നത് ഗോഡ് എന്ന് പറയുന്നൊരു കാര്യം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തെളിയിക്കണം എന്നുള്ള വാക്ക് പോലും ഞാൻ യൂസ് ചെയ്യുന്നില്ല, നിങ്ങൾ സ്വയം ബോധ്യപ്പെടണം. 2, ഗോഡിൽ നിന്നാണ് നിങ്ങളുടെ റിലീജിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ മതപുസ്തകം വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടണം. 3, ഈ മതപുസ്തകം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വന്നതായതുകൊണ്ട് അത് ശരിയാണ് എന്നുള്ളത് ബോധ്യപ്പെടണം. ഈ 3 കടമ്പകൾ കഴിഞ്ഞാലേ നിങ്ങൾക്ക് നിങ്ങളുടെ മതവിശ്വാസം ശരിയാണ്, ഓക്കെ, ഞാൻ ഒരു സേഫ് ആയിട്ടുള്ള ഒരു കാര്യത്തിലാണ് വിശ്വസിക്കുന്നത് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞ 2 സ്റ്റെപ്പുകൾ, 1 ദൈവമുണ്ട് എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യൽ, 2 ദൈവത്തിൽ നിന്നാണ് മതഗ്രന്ഥം വന്നത് എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യൽ. ഈ 2 കാര്യങ്ങളും ഒരു മതവും എഫക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു ബിലീഫ് ഉണ്ടാവാം, നിങ്ങളതിൽ വിശ്വസിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്കതിന് ആവശ്യമായിട്ടുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇനി 3ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിൽ നിന്നാണ് നിങ്ങളുടെ മതഗ്രന്ഥം അല്ലെങ്കിൽ വാട്ട് എവർ പ്രിൻസിപ്പിൾസ് എന്ത് തന്നെ ആയാലും വന്നതെങ്കിൽ അത് ശരിയാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യലാണ് അടുത്ത കടമ്പ എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ദൈവത്തിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് ശരിയാകണം എന്നില്ല. ഈവൻ ദോ അങ്ങനെ ചിന്തിക്കാൻ നമ്മൾ ടെംപ്റ്റഡ് ആകുമെങ്കിലും അതും നമ്മൾ വെരിഫൈ ചെയ്യേണ്ട അല്ലെങ്കിൽ ബോധ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ സ്റ്റെപ്പാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ദൈവത്തിൽ നിന്ന് വന്നതായതുകൊണ്ട് ഒരു മതഗ്രന്ഥമോ ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസോ ശരിയാകണമെന്നില്ല എന്നുള്ളതാണ് നമ്മളിന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഇതിന് പല രീതികളുണ്ട്. ഇപ്പം നമ്മളിന്ന് എടുക്കുന്നത് മൊറാലിറ്റി എന്ന് പറയുന്നതിനെ വെച്ചിട്ടാണ്. മൊറാലിറ്റി ദൈവത്തിൽ നിന്ന് വരുന്നത് എങ്ങനെ പ്രശ്നമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു ചാർട്ട് പോലെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയാണ്. ഇതിൽ നമ്മൾ തുടങ്ങുന്ന ചോദ്യം എന്ന് പറയുന്നത്, എങ്ങനെ അല്ലെങ്കിൽ എന്തുകൊണ്ട് തീയിസ്റ്റിക് മൊറാലിറ്റി നല്ലതാവുന്നു എന്നുള്ളതാണ്. വൈ ഓർ ഹൗ ഈസ് തീയിസ്റ്റിക് മൊറാലിറ്റി ഗുഡ്? അതായത് ദൈവത്തിൽ നിന്നാണ് മൊറാലിറ്റി, നന്മയും തിന്മയും വരുന്നതെങ്കിൽ അതെങ്ങനെ നന്മയും തിന്മയും ആവുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഒന്നാമത്തെ ചോദ്യം. എങ്ങനെ അല്ലെങ്കിൽ എന്തുകൊണ്ട് നന്മയും തിന്മയും ആവുന്നു? അതിനുള്ള കാരണം, ബിക്കോസ് നമുക്ക് 3 കാരണങ്ങൾ വൈഡ്ലി ആളുകൾ പറയാറുണ്ട്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, it benefits people by improving happiness and reducing suffering in this life or even in the afterlife. അപ്പോൾ ഈ ജീവിതത്തിലോ അടുത്ത ജീവിതത്തിലോ ആളുകളുടെ ഹാപ്പിനെസ് കൂട്ടിക്കൊണ്ട് അവരുടെ സഫറിങ് കുറയ്ക്കുന്നു എന്നുള്ളതാണ് പറയാൻ പറ്റുന്ന ഒരു ക്ലെയിം എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, തീയിസ്റ്റിക്കായുള്ള ഒരു മൊറാലിറ്റി എടുക്കുന്നത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഓവറോൾ ഗുഡിനുള്ള ഒന്നാണ്. നമ്മുടെ സഫറിങ് കുറച്ച് ഈ ജീവിതത്തിലോ അല്ലെങ്കിൽ അടുത്ത ജീവിതത്തിലോ, അതായത് സ്വർഗ്ഗജീവിതമോ അല്ലെങ്കിൽ മറ്റെന്ത് തരത്തിലുള്ള ജീവിതത്തിലാണെങ്കിലും നമ്മുടെ സഫറിങ് കുറയ്ക്കുന്നു, ഹാപ്പിനെസ് കൂട്ടുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഈ പ്രിൻസിപ്പിളിൻ്റെ പേരാണ് യൂട്ടിലിറ്റേറിയനിസം എന്നുള്ളത്. അതായത് ആളുകളുടെ സഫറിങ് പരമാവധി കുറച്ചിട്ട് ഹാപ്പിനെസ് കൂട്ടുക അല്ലെങ്കിൽ പ്ലഷർ കൂട്ടുക എന്നുള്ളതാണ് യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഈ പ്രിൻസിപ്പിൾ എടുക്കാൻ നിങ്ങൾക്ക് മതത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഇല്ല, നിങ്ങൾക്ക് യൂട്ടിലിറ്റേറിയനിസം ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെടുക്കാൻ മതത്തിൻ്റെ ആവശ്യമില്ല. ഇനി പറയാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മതം എന്ന് പറയുന്നത് യൂട്ടിലിറ്റേറിയനിസം തരുന്നു, അല്ലെങ്കിൽ മതത്തിൽ യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിൾ ഫുൾഫിൽഡ് ആവുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ക്ലെയിം ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്കത് നോക്കാം. അതുകൊണ്ട് അതാണ് ഇവിടെ പറയുന്നത്, ദ പ്രിൻസിപ്പിൾ ഇറ്റ് സെൽഫ് ഈസ് യൂട്ടിലിറ്റേറിയനിസം, ക്യാൻ ബി അഡോപ്റ്റ് ഇറ്റ് ആസ് ഇറ്റ് ഈസ്, ഇഫ് ദെൻ വാട്ട് ഈസ് ദ നീഡ് ഓഫ് റിലീജിയൻ. അപ്പോൾ ഇതാണ്, അതായത് യൂട്ടിലിറ്റേറിയനിസം നമ്മൾ എടുക്കുകയാണെങ്കിൽ റിലീജിയൻ്റെ ആവശ്യം പിന്നെന്താണ് എന്നുള്ളതാണ്. ഇനി അങ്ങനെയല്ല, ഇത് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ റിലീജിയനിലൂടെ യൂട്ടിലിറ്റേറിയനിസം ഫുൾഫിൽ ആവുന്നു എന്നുള്ളൊരു ക്ലെയിം ആണെങ്കിൽ നമുക്ക് അത് നോക്കാം. അതായത് റിലീജിയൻ ഈ പറയുന്നത് പോലെ ആളുകൾക്ക് നന്മ, ഹാപ്പിനെസ് കൂട്ടി സഫറിങ് കുറയ്ക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണമല്ലോ, അത് വെരിഫൈ ചെയ്യണമല്ലോ. അപ്പോൾ അതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. ഡസ് റിലീജിയൻ റിയലി ഡൂ ദിസ്? ഇഫ് യെസ്, ഇറ്റ് ഹാസ് ടു ബി റിലയബിൾ. അതായത് റിലീജിയൻ എന്ന് പറയുന്നത് ആളുകളുടെ ഹാപ്പിനെസ് കൂട്ടുകയും സഫറിങ് കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള സാധ്യതയുള്ള ഒന്നാണ് എന്ന് പറയണമെങ്കിൽ റിലീജിയൻ എന്ന് പറയുന്നത് റിലയബിൾ ആയിരിക്കണം, അതിൽ പറയുന്ന കാര്യങ്ങൾ റിലയബിൾ ആയിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്നില്ല, അവസാനം നമ്മൾ മറ്റ് പോയിൻറ്റുകൾ പറഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വരുന്നതാണ്.
ഇനി എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ തീയിസ്റ്റിക് മൊറാലിറ്റി നല്ലതാവുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള അടുത്ത ഉത്തരമാണ് കാരണം ദർ ഇസ് എ സ്റ്റാൻഡേർഡ് ഓഫ് ഗുഡ്നസ് ഔട്ട്സൈഡ് ഓഫ് ഗോഡ് ടു വിച്ച് ഗോഡ് ഈസ് ഓൾസോ സബ്ജക്റ്റ്. അതായത് ദൈവത്തിന് അപ്പുറം, ദൈവത്തിന് അതീതമായിട്ട് ഒരു നന്മയുടെയും തിന്മയുടെയും ഒരു സ്റ്റാൻഡേർഡുണ്ട്. ആ സ്റ്റാൻഡേർഡിന് ദൈവവും വിധേയനാണ്. ആ സ്റ്റാൻഡേർഡിനനുസരിച്ചാണ് ദൈവവും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ നന്മയുടെയും തിന്മയുടെയും സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന നന്മയും തിന്മയും ആണോ എന്നുള്ളതൊക്കെ വേറെ ഒരു കോൺഫ്ലിക്റ്റാണ്. പക്ഷേ ഓക്കെ, എന്ത് തന്നെയായാലും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കമാൻഡ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന നന്മയ്ക്കും തിന്മയ്ക്കും അനുസരിച്ചുള്ളതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കണക്കാക്കുകയാണെങ്കിൽ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ദൈവത്തിന് പുറത്ത്, ദൈവത്തിന് അതീതമായിട്ട് ഒരു നന്മയ്ക്കും തിന്മയ്ക്കും സ്റ്റാൻഡേർഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് പറയുന്നത് ഓൾ പവർഫുൾ അല്ല എന്നുള്ള ഒരു സ്ഥിതി വരും. പൊതുവെ മതങ്ങളിൽ പറയുന്ന ദൈവം എന്ന് പറയുന്നത് അതിനതീതമായിട്ടൊന്നുമില്ലാത്ത ഓൾ പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒംനിപൊട്ടൻ്റ് എന്നൊക്കെ പറയുന്ന ഒരു ദൈവമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ദൈവമാണെങ്കിൽ ഈ പറയുന്ന ഒരു സെപ്പറേറ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ മൈൻഡിൽ വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? God is not all powerful. Religious claim that God is omnipotent is defeated. റിലീജിയൻ്റെ ഗോഡ് ഒംനിപൊട്ടൻ്റ് ആണ് എന്ന് പറയുന്ന ക്ലെയിം ഡിഫീറ്റഡ് ആണ്. അപ്പോൾ ആ ഒരു കാരണം റിലീജിയനെ സെൽഫ് ഡിഫീറ്റ് ചെയ്യുന്നു. ഇത് റിലീജിയനെ എല്ലാ മേഖലയിലും സെൽഫ് ഡിഫീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഒരു പർട്ടിക്കുലർ ഒരു ക്ലെയിമിൽ മാത്രം സെൽഫ് ഡിഫീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി നമ്മളുടെ എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ തീയിസ്റ്റിക് മൊറാലിറ്റി നല്ലതാവുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ബിക്കോസ് ഇറ്റ് ഈസ് ദ കമാൻഡ് ഓഫ് ഗോഡ് ആൻഡ് ഗോഡ്സ് കമാൻഡ്സ് ആർ ദ സ്റ്റാൻഡേർഡ് ഓഫ് ഗുഡ്നസ്. അതായത് തീയിസ്റ്റിക് മൊറാലിറ്റി നല്ലതാവുന്നത് അത് ദൈവത്തിൻ്റെ കമാൻഡുകളായതുകൊണ്ടാണ്. ദൈവം ഒരു കാര്യം കമാൻഡ് ചെയ്യുന്നത് കൊണ്ട് അത് ഗുഡാവുന്നു എന്നുള്ളതാണ്. അതായത് ദൈവത്തിൻ്റെ കമാൻഡ്സ് ആർ ഗുഡ് ഈക്വൽ ടു ദൈവത്തിൻ്റെ കമാൻഡ്സ്, ഇങ്ങനെ വരും. അപ്പോൾ ഇത് വന്നാൽ ഇതിനകത്ത് പ്രശ്നം എന്താണ്? ദൈവം എന്ത് കമാൻഡ് ചെയ്താലും അത് ഗുഡാവുന്നു. അപ്പോൾ ചുമ്മാ റാൻഡമായിട്ടുള്ള എന്തെങ്കിലും കമാൻഡ്സ് വന്നു കഴിഞ്ഞാൽ അത് ഗുഡായി മാറുന്നു. ദൈവത്തിൻ്റെ കമാൻഡ്സ് എല്ലാം ആർബിട്രറിയുമാവുന്നു. അതിനെ ബേസ് ചെയ്യാനൊന്നുമില്ലാതെ വരുമ്പോൾ അത് വെറും ആർബിട്രറി ആയിട്ടുള്ള റാൻഡമായിട്ടുള്ള കമാൻഡ്സ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവർ തന്നെ പറയുന്ന ഈ മീനിങ്, വാല്യൂ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇതിലില്ലാതായി മാറുന്നു. ദൈവം റാൻഡമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് അത് ഗുഡായി മാറുകയാണെങ്കിൽ ദൈവത്തിന് എന്തും പറയാം. നമ്മൾ പൊട്ടൻഷ്യലി നമുക്ക് ഹാംഫുൾ ആണ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഗുഡായിട്ട് മാറും. അല്ലെങ്കിൽ ദൈവം പറയുന്നത് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് ഗുഡായി മാറും. ദൈവം പറയുന്നത് മുമ്പ് പറഞ്ഞ കാര്യങ്ങളുമായിട്ട് കോൺട്രഡിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ഗുഡായി മാറും. അതായത് ലൈസ്, കള്ളങ്ങൾ, ചതികൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി ഗുഡായിട്ട് മാറുന്ന ഒരവസ്ഥ എത്തും എന്നുള്ളതാണ്. ഈ ദൈവത്തിൻ്റെ കമാൻഡ് നല്ലതാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കമാൻഡ് ആയതുകൊണ്ടാണ് ഒരു കാര്യം നല്ലതാവുന്നത് എന്ന് പറയുന്നതിൽ ഉള്ളത്. ഇത് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊതുവേ തിയോളജിയൻസ് ദൈവത്തിൻ്റെ കമാൻഡുകളെ ദൈവത്തിൻ്റെ പെർഫെക്റ്റ്ലി ഗുഡ് നേച്ചർ എന്ന് പറയുന്ന ഒരു അതിൽ കൊണ്ടുപോയി അടിസ്ഥാനപ്പെടുത്തുന്നത്. അതായത് ദൈവത്തിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഗുഡാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ നേച്ചറിൽ നിന്ന് വരുന്ന കമാൻഡുകളെല്ലാം പെർഫെക്റ്റ്ലി ഗുഡായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളുടെ അടുത്ത ചോദ്യം വരികയാണ്, എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ നേച്ചർ നല്ലതാവുന്നത്? അത് ദൈവത്തിൻ്റെ നേച്ചർ ആയതുകൊണ്ടാണോ അതൊരു സ്റ്റാൻഡേർഡ് ഓഫ് ഗുഡ്നസ്, നന്മ പുറത്തുള്ളത് കൊണ്ടാണോ? രണ്ടാമത് പറഞ്ഞാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നത്തിലേക്ക് പോകും. ഇനി ഒന്നാമത് പറഞ്ഞതാണെങ്കിൽ, അതായത് ദൈവത്തിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് എന്താണോ അതാണ് ഗുഡ്നസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. അതായത് ഇഫ് ഗോഡ്സ് നേച്ചർ ഇസ് ഗുഡ്, ഇഫ് ഗോഡ്സ് നേച്ചർ ഈക്വൽ ടു ഗുഡ്, ദെൻ ഗുഡ് ഈക്വൽ ടു ഗോഡ്സ് നേച്ചർ. അതായത് ദൈവത്തിൻ്റെ നേച്ചർ ഈക്വൽ ടു നന്മ ആണെങ്കിൽ നന്മ എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ നേച്ചർ ആണ് എന്ന് പറയാം. ഇഫ് എ ഈക്വൽ ടു ബി, ബി ഈക്വൽ ടു എ എന്ന് പറയുന്ന ഒരു സിമ്പിൾ ലോജിക്കാണ്. അതായത് ദൈവത്തിൻ്റെ നേച്ചർ എന്താണോ അതെല്ലാം നന്മയായി മാറുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള സെയിം പ്രശ്നം. ഇനി അടുത്ത പോയിന്റിലേക്ക് വന്നാൽ നത്തിങ് ലിമിറ്റ്സ് ഗോഡ്സ് നേച്ചർ. വാട്ട് എവർ ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ഗോഡ്സ് നേച്ചർ ബിക്കംസ് ഓർ ഈസ് ഗുഡ്. അതായത് ദൈവത്തിൻ്റെ നേച്ചറിനെ ലിമിറ്റ് ചെയ്യുന്ന ഒന്നും തന്നെയില്ല. അതായത് ഒരു ഗുഡ്നെസ്സിൻ്റെ സ്റ്റാൻഡേർഡോ അങ്ങനെ ഒന്നും തന്നെയില്ല. ദൈവത്തിൻ്റെ നേച്ചർ എന്തുമാകാം, എന്തായാലും അത് ഗുഡായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നെവിറ്റബിളി ലീഡ് ചെയ്യുന്നത് അടുത്ത പോയിന്റിലേക്കാണ്. അതായത് ഗോഡ്സ് നേച്ചർ ഓർ കമാൻഡ്സ് ക്യാൻ ബി പൊട്ടൻഷ്യലി ഹാംഫുൾ ടു എവരി വൺ, ലൈങ് ആൻഡ് ഡിസെപ്ഷൻസ് ആൻഡ് ഇൻകൺസിസ്റ്റൻറ്റ്. അതായത് ദൈവത്തിൻ്റെ നേച്ചർ അല്ലെങ്കിൽ ദൈവം പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് എല്ലാവർക്കും ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാകാം, കള്ളങ്ങളാകാം, ചതികളാകാം, ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാകാം. കാരണം ഇതൊന്നും ചെയ്യുന്നതിൽ നിന്ന് ദൈവത്തിനെ തടയാൻ ഒന്നുമില്ല. അപ്പോൾ നമുക്കെന്താണ് മനസ്സിലാവുന്നത്? നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു നന്മയല്ല ഇവിടെ ഗോഡ്സ് നേച്ചർ എന്ന്, ഗോഡ്സ് ഗുഡ്നസ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പകരം ദൈവത്തിൻ്റെ നേച്ചർ എന്തൊക്കെയാണോ അതിനെ ഗുഡ്നസ് ആയിട്ട് അങ്ങ് റീഡിഫൈൻ ചെയ്യുകയാണ്. അതായത് ഇത് മൂവിങ് ദ ഗോൾ പോസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ ഈ എന്താണ് ശരി എന്താണ് തെറ്റ് എന്നൊക്കെയുള്ള ഡിസ്കഷൻ നടത്തുന്നത് തന്നെ എന്തിനാണ്? നമ്മളുടെ ഒരു സെൻസ് ഓഫ് ഗുഡ്നസ്സിൽ ഈ പറയുന്ന കാര്യങ്ങൾ അലൈൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അല്ലാതെ ഗുഡ്നസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നേച്ചറാണ് എന്ന് പറഞ്ഞ് ഗോൾ പോസ്റ്റ് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് വരുന്ന എല്ലാ കാര്യങ്ങളും ഗുഡാണ് എന്ന് പറയുന്നത് ഒരു എസ്കേപ്പ് മെക്കാനിസമാണ് എന്നുള്ളതേ പറയാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ പോലും ഈ പറയുന്ന പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്.
ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോയി കഴിഞ്ഞാൽ, അപ്പം ദൈവത്തിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ഇതുപോലെ എല്ലാവർക്കും ഹാംഫുൾ ആയിട്ടുള്ള കള്ളങ്ങളും ചതികളും ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുമായി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? അതിൻ്റെ കൺക്ലൂഷൻ എന്താണ്? ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ നേച്ചറും അതിൽ നിന്ന് വരുന്ന ദൈവത്തിൻ്റെ വാക്കും അല്ലെങ്കിൽ കമാൻഡ്സും റിലയബിൾ അല്ല എന്നുള്ള ഒരു കാര്യം വരും. അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. റിലീജിയസ് ടെക്സ്റ്റ് ക്യാൻ പൊട്ടൻഷ്യലി ബി ലൈസ് ആൻഡ് ഡിസെപ്ഷൻസ്. അതായത് ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന മതപുസ്തകങ്ങൾ എന്ന് പറയുന്നത് കള്ളങ്ങളും ചതികളുമാകാൻ സാധ്യതയുണ്ട്. അതായത് മതഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയെത്തും. മതഗ്രന്ഥങ്ങളെ വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? റിലീജിയൻ ഈസ് നോട്ട് റിലയബിൾ ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ വേർഡ് ഓഫ് ഗോഡ്. അതായത് റിലീജിയൻ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വരുന്ന ഒന്നാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ പോലും മതഗ്രന്ഥങ്ങൾ വിശ്വസിക്കാൻ പറ്റാത്ത അൺറിലയബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് ഇവിടെ വരും. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരിക്കലും ദൈവത്തിൽ കൊണ്ടുവന്ന് മൊറാലിറ്റി ഗ്രൗണ്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മതങ്ങളെ വിശ്വസിക്കാൻ സാധിക്കില്ല. അപ്പോൾ റിലീജിയൻ റിലയബിൾ അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രശ്നം എന്താണ്? നമ്മൾ അടുത്ത പോയിൻറ്റ്, റിലീജിയൻ ഇസ് സെൽഫ് ഡിഫീറ്റഡ്, അല്ലെങ്കിൽ റിലീജിയൻ എന്ന് പറയുന്നത് ഡിഫീറ്റഡായി പോവുകയാണ് അവിടെ. അപ്പോൾ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ പോയിൻറ്റിലേക്ക് ഒന്നുകൂടെ പോകാം. അതായത് റിലീജിയൻ എന്ന് പറയുന്നത് ആളുകളുടെ ഹാപ്പിനെസ് കൂട്ടുകയും അവരുടെ സഫറിങ്സ് കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് ആളുകളെ ബെനിഫിറ്റ് ചെയ്യുന്നു എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം എന്നും പറഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഡസ് റിലീജിയൻ റിയലി ഡു ദിസ്? ഇഫ് യെസ് ഇറ്റ് ഹാസ് ടു ബി റിലയബിൾ. അങ്ങനെ നമ്മളിവിടെ പറഞ്ഞു വെച്ചിരുന്നു. അപ്പോൾ റിലീജിയൻ എന്ന് പറയുന്ന ആളുകളെ ബെനിഫിറ്റ് ചെയ്യണം, ആളുകളുടെ ഹാപ്പിനെസ് കൂട്ടണം, സഫറിങ് കുറയ്ക്കണം എന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് റിലയബിൾ ആയിരിക്കണം. അപ്പോൾ അത് റിലയബിൾ ആകണമെങ്കിൽ എന്താണ്? നമ്മൾ ഈ താഴെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ റിലീജിയസ് ടെക്സ്റ്റുകൾ എന്ന് പറയുന്നത് കള്ളങ്ങളും ചതികളും ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുമാകാം. അതുകൊണ്ട് അത് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള നമ്മൾ അവസാനത്തെ കൺക്ലൂഷനിലേക്ക് എത്തും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതായത് റിലീജിയൻ ഈസ് നോട്ട് റിലയബിൾ എന്നുള്ളതിൽ നിന്ന് റിലീജിയൻ കനോട്ട് ബെനിഫിറ്റ് പീപ്പിൾ ഈവൻ ഇഫ് ഇറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വാക്കുകളാണ് മതമെങ്കിലും അതിന് ആളുകൾക്ക് ബെനിഫിറ്റ് കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു. ആ കേസിലും റിലീജിയൻ ഈസ് സെൽഫ് ഡിഫീറ്റഡ് അല്ലെങ്കിൽ റിലീജിയൻ ഈസ് ഡിഫീറ്റഡ് എന്നുള്ള ഒരു പോയിന്റിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതിന് കൗണ്ടറായിട്ട് പല ആളുകളും പറയുന്നത്, ഇപ്പോൾ ദൈവം കള്ളം പറയില്ല, ദൈവത്തിന് കള്ളം പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ചതിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ദൈവം എന്ന് പറയുന്നത് ഒരു ജസ്റ്റിസിൻ്റെ ഒരു മാക്സിമൽ മാനിഫെസ്റ്റേഷനാണ്. അതായത് ദൈവത്തിൽ നിന്ന് അൺജസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വരില്ല എന്നുള്ളത്. അപ്പോൾ ഇത് പറയുമ്പോൾ സുഹൃത്തുക്കളെ പറയാനുള്ളത്, നിങ്ങൾ ജസ്റ്റിസിൻ്റെ ഒരു മാക്സിമൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ദൈവത്തിനെ കാണുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു കാര്യം ജസ്റ്റ് ആവുന്നത് അല്ലെങ്കിൽ അൺജസ്റ്റ് ആവുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇതേ പ്രശ്നം തന്നെയാണ് ഒരു കാര്യം എങ്ങനെ ശരിയാവുന്നു എങ്ങനെ തെറ്റാവുന്നു എന്നുള്ളത് ചിന്തിക്കുന്നത് പോലെ. അതായത് ദൈവത്തിൻ്റെ നേച്ചറാണ് എന്നുള്ളത് കൊണ്ട് അത് അൺജസ്റ്റ് ആണ് അത് ജസ്റ്റാണ്, അത് ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് തന്നെ അർത്ഥമില്ലാതായി പോകും. ജസ്റ്റ് ഇവിടെ നമ്മൾ ഗുഡ്നെസ് എന്ന് പറയുന്നതിന് അർത്ഥമില്ലാതായി പോയതുപോലെ ജസ്റ്റിസ് എന്ന് പറയുന്നതിന് അർത്ഥമില്ലാതായി പോകും. ഇതേപോലെ നിങ്ങൾ എന്തും ലവ് എന്ന് പറയുന്ന ഒരു കാര്യം അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവമാണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അതും ഇതുപോലെ ഒരു മീനിങ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് പോകും, ആർബിട്രറി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന ഒരു രീതിയിൽ നമുക്ക് ദൈവത്തിൽ കൊണ്ടുപോയി നമ്മളുടെ വാല്യൂസിനെ അടിസ്ഥാനപ്പെടുത്തുന്നത് ഒരിക്കലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇനി ഞാൻ ഒരു ബെറ്റർ ആയിട്ടുള്ള ബിലീഫ് എന്താണ് എന്ന് ഞാൻ പറയാം. അതാണ് നമ്മൾ ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ നിന്ന് വരുന്ന കാര്യം. അതായത് ദർ ഇസ് എ സ്റ്റാൻഡേർഡ് ഓഫ് ഗുഡ്നെസ്, ദർ ഇസ് എ സ്റ്റാൻഡേർഡ് ഓഫ് ജസ്റ്റിസ് ഔട്ട്സൈഡ് ഗോഡ് എന്നുള്ളത് നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അതൊരു മച്ച് ബെറ്റർ ബിലീഫായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈവൻ ദോ അതൊരു എക്സ്പ്ലനേഷൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതൊരു ബ്രൂട്ട് ഫാക്റ്റ് ആയിട്ട് നിങ്ങൾ ബിലീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇത് മാത്രമല്ല, നിങ്ങൾ ഈ രീതിയിൽ മൊറാലിറ്റിയെ ദൈവത്തിൽ ബേസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് കാര്യങ്ങളിലേക്ക് ഇത് എഫക്റ്റ് ചെയ്യും. അതായത് പ്രോബ്ലം ഓഫ് ഇവിളിൽ പൊതുവെ പറയുന്നൊരു കാര്യം എന്താണ്? ഈ ഭൂമിയിൽ ഈവിളും സഫറിങ്ങും ഉള്ളത് ഒരു ഗ്രേറ്റർ ഗുഡിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ദൈവം പൊതുവെ പലതരം തിയോഡസീസ് ഉണ്ട്, എന്നാലും അതിലുള്ള ഒന്നാണ് ഗ്രേറ്റർ ഗുഡ് തിയോഡസി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗ്രേറ്റർ ഗുഡിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഗ്രേറ്റർ ഗുഡ്നെസ്? അത് ദൈവം ആർബിട്രറി ആയിട്ട് ഇതുപോലെ തീരുമാനിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നേച്ചറിൽ നിന്ന് ആർബിട്രറി ആയിട്ട് വരുന്ന ഒരു കാര്യം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ദൈവം ആർബിട്രറി ആയിട്ടൊരു കാര്യം ഗുഡായിട്ട് തീരുമാനിക്കുന്നു, ആ കാര്യം നടത്താൻ വേണ്ടി ഇവിടെ ഈവിൾ നടന്നു. അപ്പം ഇത് ഒരു മീനിങ്ലെസ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആയിട്ട് മാറും. അത് മാത്രമല്ല, ഞാനൊരു കാര്യം തീരുമാനിച്ചു, ആ കാര്യം ശരിയാക്കാൻ വേണ്ടി ഞാൻ കുറേ ഈവിളും സഫറിങ്ങും എല്ലാം അലോ ചെയ്യുന്നു എന്ന് പറയുന്നത് അത് നമ്മളുടെ ഒരു സെൻസ് ഓഫ് ഗുഡ്നെസ്സിനോട് ചേർന്ന് പോകുന്ന ഒരു കാര്യമല്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ബിലീഫുകളിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെപ്പറേറ്റ് സ്റ്റാൻഡേർഡ് ഉണ്ട് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അത് വേണമെങ്കിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ബിലീഫായിട്ട് എടുക്കാം. അത് പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലും പ്രശ്നങ്ങളുണ്ട്. എന്നാൽ പോലും
അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും കൗണ്ടേഴ്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതുക. പിന്നെ അതുമല്ല, ഞാൻ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലുള്ള ടോപ്പിക്കുകളിൽ സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ അതിനകത്ത് ഫില്ല് ചെയ്യുക, നമുക്ക് ഒരു ചർച്ചയാവാം. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.